ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എക്സ്റ്റൻഷന്റെ കംപ്ലീറ്റ് റാപ്പപ്പ് ചെയ്യാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കോംപ്രിഹെൻസീവ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കും. പക്ഷെ ഇന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിൽ റെഡി ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര ടൈം പെർമിറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് അത്രയും നമ്മുടെ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും ഉത്തരം വിളിച്ചു പറയുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം. The biasness of a scientist that the technology will surely be diffused and will have no negative consequences is called as. ടെക്നോളജി എന്തായാലും ഡിഫ്യൂസ് ചെയ്യും, പക്ഷെ അതിന് ഒരു തരത്തിലുള്ള നെഗറ്റീവ് കോൺസിക്വൻസും ഉണ്ടാവില്ല എന്ന് സയന്റിസ്റ്റുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. സാധാരണ ഒരു ടെക്നോളജി റിലീസ് ചെയ്യുമ്പോൾ അതിനെ എന്ത് പറയും? ഇന്നോവേഷൻ നെഗറ്റിവിസം, പ്രോ ഇന്നോവേഷൻ ബയസ്, പ്രിവെന്റീവ് ഇന്നോവേഷൻ, നൺ ഓഫ് ദീസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പറയാ? പ്രോ ഇന്നോവേഷൻ ബയസ്. സയന്റിസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന ഒരു ബയസ്നെസ് ആണ് പ്രോ ഇന്നോവേഷൻ ബയസ്. അവർ റിലീസ് ചെയ്യുന്ന എല്ലാ ടെക്നോളജിയും നല്ലതായിരിക്കും എന്നുള്ള തോട്ട് പ്രോസസ്. അടുത്ത ചോദ്യം. ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇന്നോവേഷൻ ഫെയിലിയർ കണ്ടീഷൻ എ ക്ലയന്റ് സിസ്റ്റം ടു റിജക്ട് ഫ്യൂച്ചർ ഇന്നോവേഷൻ. ഏതോ ഒരു ഇന്നോവേഷൻ എടുത്തു, അത് നല്ല രീതിയിലൊരു റിസൾട്ട് പ്രസന്റ് ചെയ്തില്ല, അതുകൊണ്ട് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി എന്ത് പറയും? വെരി ഗുഡ്. ഇന്നോവേഷൻ നെഗറ്റിവിസം അല്ലെ? ഒരു കാര്യത്തിന്റെ എഫക്ട് ബാക്കി എല്ലാത്തിനെയും സ്വാധീനിക്കുന്നു. അടുത്ത ചോദ്യം. An idea an individual adopt at one time in order to lower the probability that some future unwanted event will occur. വെരി ഗുഡ്. എന്താ പറയാ? പ്രിവെന്റീവ് ഇന്നോവേഷൻ. ഇതിനൊരു എക്സാമ്പിൾ എന്താ പറയാ? എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം പ്രിവെന്റീവ് ഇന്നോവേഷന്? എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഫസൽ ബീമ യോജന ഓർമ്മ വരണം കേട്ടോ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ക്രോപ്പ് ഇൻഷുറൻസ് ഉണ്ടല്ലോ. എന്തിനാണ്? ഡിസാസ്റ്ററോ ക്രോപ്പ് ഫെയിലിയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഷുർ ചെയ്യുന്നു. അത് ഇതിന് ബെസ്റ്റ് ഉദാഹരണമാണ് കേട്ടോ, പ്രിവെന്റീവ് ഇന്നോവേഷൻ. അടുത്ത ചോദ്യം. ദി ഇൻഡിവിജ്വൽ യൂസസ് ദ ന്യൂ ഐഡിയ കണ്ടിന്യൂസ്ലി ഓൺ എ ഫുൾ സ്കെയിൽ. ഒരു വ്യക്തി പുതിയ ഐഡിയ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ സ്കെയിൽ യൂസ് ചെയ്യുന്നതിന് എന്ത് പറയും? വെരി ഗുഡ്. അഡോപ്ഷൻ എന്ന് പറയും അല്ലേ? ഇനി ഈ ചോദ്യത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാണ്. ദ സ്റ്റേജ് വെയർ ഇൻഡിവിജ്വൽ മേക്സ് ഫുൾ യൂസ് ഓഫ് എൻ ഐഡിയ. ഒരു ഐഡിയനെ ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വ്യത്യാസം മനസ്സിലായല്ലോ? എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് ഫുൾ യൂസ് ഓഫ് എൻ ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയൽ ആണ്. അതേപോലെ തന്നെ ഫുൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അഡോപ്ഷനിലാണ്. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും അടുപ്പിച്ച് ചോദിച്ച്. അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഒബ്സർവബിലിറ്റി, ട്രയലബിലിറ്റി, കോംപ്ലക്സിറ്റി, കോമ്പാറ്റബിലിറ്റി. ഇതൊക്കെ എന്താണ്? ഒബ്സർവബിലിറ്റി, റിലേറ്റീവ് അഡ്വാൻറ്റേജ്, കോമ്പാറ്റബിലിറ്റി, എന്തൊക്കെയാണിത്? പെർസീവ്ഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇന്നോവേഷൻ അല്ലെ? പെർസീവ്ഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇന്നോവേഷനെ നമ്മൾ ചില എക്സാമ്പിൾസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുക. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ ടഫായോ? നോക്കിയാലോ ഉത്തരം എന്താണ്? വെരി ഗുഡ്. സി ആണ് കേട്ടോ ഉത്തരം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവബിലിറ്റി. യൂറിയ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് വരും അല്ലെ? പെട്ടെന്ന് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉണ്ടാകും. ട്രയലബിലിറ്റിയിൽ മിനി കിറ്റ് ട്രയൽ. ഞാൻ സാഷയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷാമ്പു വാങ്ങിക്കുമ്പോഴൊക്കെ ചെറിയ പാക്കറ്റ് ഒക്കെ തരുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിത്ത് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതാണ് മിനി കിറ്റ് ട്രയൽ അല്ലെ? അപ്പൊ നമുക്ക് ട്രയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ ഉത്തരം ഉണ്ട് അല്ലെ? കോംപ്ലക്സിറ്റി, ഹൈബ്രിഡ് വെറൈറ്റീസ് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ സാധാരണ നിയന്ത്രണോ അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്ന പോലെയാണോ ടിഷ്യൂ കൾച്ചർ ബനാന? അല്ല, അതിന്റെ പ്രാക്ടീസുകളൊക്കെ വ്യത്യാസമുണ്ട്. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ വ്യത്യാസമുണ്ട്. കോമ്പാറ്റബിലിറ്റി, എവിടെയാണ് നമ്മൾ കോമ്പാറ്റബിലിറ്റിനെ പറ്റി സംസാരിച്ചത്? സിറ്റുവേഷണൽ കോമ്പാറ്റബിലിറ്റി, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ കോമ്പാറ്റബിലിറ്റി, ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? ഇപ്പൊ സിറ്റുവേഷണൽ, അഗ്രോ ക്ലൈമറ്റ് ഓർമ്മ വരിക. റിലേറ്റീവ് അഡ്വാൻറ്റേജ്, പുതിയതിനേക്കാൾ പഴയത് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പുതിയതിലേക്ക് പോകുന്നത്, പഴയതിനെ ഒഴിവാക്കുന്നത് അല്ലെ? അപ്പൊ ഓൾഡ് ആൻഡ് ന്യൂ വളരെ സിമ്പിൾ ആണ്. കുറച്ചു നേരം ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മതി. ഉത്തരങ്ങളൊക്കെ എക്സ്റ്റൻഷനിൽ ആൻസേഴ്സ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നിയ വരരുത്. അടുത്ത ചോദ്യം നോക്കിയാലോ? മാത്സ് തന്നെ. ലേണിംഗ്, ഫീഡ്ബാക്ക്, ലിസണിങ്, എൻകോഡിംഗ്, ഡീകോഡിംഗ് എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് മനസ്സിലാവും ഈ ഒരു മാച്ച് ചെയ്യുമ്പോൾ. അമൽശിവ ബി പറഞ്ഞു, ചരൺ, അഞ്ജന, ഏംജിത്, സുകന്യ, കെ, മെജോറിറ്റി ബി. ശരിയല്ലേ? ബി ആണ് ഉത്തരം. എന്താണ് പറയുന്നത്? 1C, ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടു ഡു, ബൈ ഡൂയിങ്, ഫോർ ഡൂയിങ്. ഇതാണ് ലേണിംഗിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക്, ആക്ഷൻ, റിയാക്ഷൻ, ഇന്റർ ഡിപ്പെൻഡൻസിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലെ? ഇസ്തിരിപ്പെട്ടി തൊട്ട് കഴിഞ്ഞ സമയത്ത് നമ്മൾ കൈ വലിച്ചു. ആക്ഷൻ, റിയാക്ഷൻ, ഇന്റർ ഡിപ്പെൻഡൻസ്, അതും കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ആണ് അല്ലെ? ചൂടുണ്ട്, തൊടരുത്. മൂന്നാമത് എന്താ പറയുന്നത്? ലേണിംഗ്.
സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ട് ഞാൻ കണക്ട് ചെയ്തതാണ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെയാണ് നമ്മൾ മോഡൽസിലും പറയുക. ലിസണിംഗ് ഇസ് എൻ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവണമെങ്കിൽ നിങ്ങൾ നല്ല ലിസണർ ആവണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ എൻകോഡിംഗ് സ്കില്ലുകൾ ഉണ്ട്. സ്പീക്കിംഗ്, റൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എൻകോഡിംഗ് സ്കിൽ, നിങ്ങൾ കോഡുകളായിട്ട് എഴുതുക അല്ലെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത്. ഡീകോഡിംഗ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി എടുക്കുക അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഇതാണ് ഡീകോഡിംഗ്, എൻകോഡിംഗ് സ്കിൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. എ ചാനൽ വിത്ത് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് മോസ്റ്റ് എഫിഷ്യന്റ് ഫോർ കോഗ്നിറ്റീവ് ടാസ്ക് ആൻഡ് ലീസ്റ്റ് എഫിഷ്യന്റ് ഫോർ പ്രൊഡക്ഷൻ ടാസ്ക്. നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലത്ത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ആണ്. പക്ഷെ പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അത്ര എഫിഷ്യന്റ് അല്ല. ഏത് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് പറയുന്നത്? ഷഹാന, കൃഷ്ണപ്രിയ, സനു, മീര, സുകന്യ, സ്റ്റാർ ആണ് പറയുന്നത്. വെരി ഗുഡ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷന്റെ കോഴ്സിലായിട്ട്. നെറ്റ്വർക്ക്സ് ഫോർമലും ഇൻഫോർമൽ ആയിട്ടുള്ളതും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. കോഗ്നേറ്റീവ് ടാസ്കിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സ്റ്റാർ. ഒന്നുമില്ല, കോഗ്നേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെ. ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണ്. നല്ല പോലെ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് സ്റ്റാർ ഇട്ട് തരും അല്ലെ, 5 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ സ്റ്റാർ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. കോഗ്നേറ്റീവ് ടാസ്കിന് ഏറ്റവും നല്ലത് സ്റ്റാർ ആണെന്ന്. അടുത്ത ചോദ്യം. എ ഗുഡ് എക്സ്റ്റൻഷൻ പ്രൊഫഷണൽ മസ്റ്റ് എക്സിബിറ്റ് ദിസ് ടൈപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. എല്ലാ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുകളും നല്ലത് തന്നെയാണ്. പക്ഷെ എക്സ്റ്റൻഷൻ പ്രൊഫഷണൽസ് കൂടുതലും എക്സസൈസ് ചെയ്യേണ്ട ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഏതാണ്? ഏതായിരിക്കും? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് സ്പീക്കിംഗ് ആണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുമായിട്ട് മാച്ച് ചെയ്യണം. നിങ്ങൾ ഒരു എയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡെമോൺസ്ട്രേറ്റീവ് സ്കില്ല് നല്ല രീതിയിൽ വേണം. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് നിങ്ങൾ പഠിച്ചു. അതുകൊണ്ടാണ് പെർസ്വേസീവിലേക്ക് നിങ്ങളുടെ ആൻസർ എത്തിയത്. പക്ഷെ എക്സ്റ്റൻഷൻ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റീവ് സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സബ്മിസീവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്മിസീവ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കില്ലേ, ഇങ്ങനെ ബട്ടർ ചെയ്ത് തേച്ചൊട്ടിക്കുന്ന ടൈപ്പ്. തേച്ചൊട്ടിക്കല്ല, ആക്ച്വലി ബട്ടർ ചെയ്ത് വീഴ്ത്തുക എന്ന് പറയില്ലേ, അതാണ് സബ്മിസീവ് സ്പീക്കിംഗ്. ഇൻഫർമേറ്റീവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇൻഫർമേഷൻസുകൾ തന്നുകൊണ്ടേയിരിക്കുക. ചില ടീച്ചേഴ്സുകൾ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഒരു അടുക്കി തരില്ലേ, അതൊക്കെയാണ് ഇൻഫർമേറ്റീവ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ടൈപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഈംസ് ടു ഇൻഫ്ലുവൻസ് ബിലീഫ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ? ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഇതിനൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ളത് എന്ത്? എനിക്ക് ഡിഫറൻസ് ആൻസറിൽ കിട്ടുന്നത് അത് പെർസ്വേസീവ് സ്പീക്കിംഗ് ആണ് അല്ലെ. ഓരോ വ്യക്തികളുടെ വിശ്വാസങ്ങളെ തൊട്ട് കളിച്ച് അവരെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് വേണം? പെർസ്വേസീവ് സ്പീക്കിംഗ് വേണം. എല്ലാം നല്ലത് തന്നെയാണ് അല്ലെ. മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുക? കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ട് ഒരു കാര്യം എടുപ്പിക്കുക. സെറമണിയൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒക്കേഷന്റെ സമയത്ത് നമ്മൾ സ്പീച്ച് പറയില്ല, അവാർഡ് കിട്ടുന്ന സമയത്ത് ആ ഡയറക്ടർ ഈ കോ സ്റ്റാർ അതൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, കൈൻഡ് ഓഫ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഓരോ ആൾക്കാരെ പൊക്കി പറയുന്നതും അതൊക്കെ സെറമണിയൽ സ്പീക്കിംഗിൽ വരും കേട്ടോ. അടുത്ത, വിച്ച് പ്രസന്റേഷൻ മെത്തേഡ് ഇൻവോൾവ്സ് മെമ്മറൈസിംഗ് ദി എൻറ്റയർ സ്പീച്ച് ആൻഡ് ഡെലിവറിംഗ് ഇറ്റ് വിതൗട്ട് നോട്ട്സ്? അത് ഇത്ര എളുപ്പം അല്ലെ. 3 ഇഡിയറ്റ്സ് ഓർമ്മ വന്നാൽ മതി. മെമ്മറൈസ്ഡ് പ്രസന്റേഷൻ അല്ലെ, ഓർത്ത് വെക്കുക. ഓൺ ദി സ്പോട്ട് പോയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഓൺ ദി സ്പോട്ട് വിത്തൗട്ട് എനി ബിറ്റ്, കയ്യിലൊന്നും എഴുതി വെക്കാണ്ട്. അത് കൺഫ്യൂഷൻ വന്നല്ലോ. ഓക്കെ ഓക്കെ. എക്സ്റ്റംബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് സമയം കിട്ടും. നിങ്ങൾ എക്സ്റ്റംബർ ആർട്സിന് കണ്ടിട്ടില്ലേ, ഒരു 5 മിനിറ്റ്സ് ടൈം അവർക്ക് കൊടുക്കാറില്ലേ നമ്മള്, എന്നിട്ടല്ലേ അവർ കയറുന്നത് അല്ലെ. ഇംപ്രോംപ്റ്റു എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിങ്ങൾ വിളിക്കുന്നു, നിങ്ങൾ പോയിട്ട് ഡെലിവർ ചെയ്യുന്നു. ഇംപ്രോംപ്റ്റു, പെട്ടെന്ന് പെട്ടെന്ന് ഓർത്താൽ മതി കേട്ടോ. ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലാസ് വളരെ രസകരമാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അടുത്ത, ലീവിംഗ് ഔട്ട് ഓതേഴ്സ് ഇൻ ആൻ ആർട്ടിക്കിൾ ഹു ഷുഡ് ബി ഇൻക്ലൂഡഡ് ഈസ് റെഫേർഡ് ആസ്. എഴുതിയ ആളെ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. അതിനെ എന്ത് പറയും? നിങ്ങളിപ്പോ ചിലപ്പോൾ മെസ്സേജ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് അയാളോട് മെസ്സേജ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചാറ്റ് തുറക്കാണ്ട് വെക്കും. അതിന് നമ്മൾ എന്ത് പറയും? ഗോസ്റ്റ് ചെയ്യാന്ന് പറയും അല്ലെ. ഗോസ്റ്റ് ഓതർഷിപ്പ് ആണ്. ഈ ആർട്ടിക്കിളിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട്, പക്ഷെ ആ വ്യക്തിന്റെ പേര് ഇല്ലാണ്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനാണ് ഗോസ്റ്റ് ഓതർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് അതിനകത്ത് ക്രെഡിറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇൻക്ലൂഡിംഗ് ഓതേഴ്സ് ഇൻ ആൻ ആർട്ടിക്കിൾ ഹു ഡിഡ് നോട്ട് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കന്റ്ലി, അവരെന്ത് പറയും? എന്ത് പറയും? നമ്മൾ അർഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിന് സന്തോഷം ഉണ്ടാവും.
അല്ലാത്തൊരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗിഫ്റ്റ് എന്നല്ലേ പറയാ, അല്ലെ? ഗിഫ്റ്റ് ഓതർഷിപ്പ് എന്ന് പറയും കേട്ടോ അങ്ങനെ എഴുതുന്ന സമയത്ത്. അടുത്തത്, ഹൂ ചെക്സ് ആൻഡ് കറക്ട്സ് റൈറ്റിംഗ് ഫോർ സ്പെല്ലിംഗ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ, ഇൻകൺസിസ്റ്റൻസി, ഇൻആക്യുറസി ആൻഡ് കൺഫർമിറ്റി ടു ദ റിക്വയർമെന്റ് ഓഫ് എ ഗൈഡ് ടു സ്റ്റൈൽ. അതായത് ന്യൂസ് പേപ്പറൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്പെല്ലിംഗ്, ഗ്രാമർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആരാണ്? എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ ഈ ഒരു ഉത്തരം പറയുന്നു, ചീഫ് എഡിറ്റർ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇൻക്ലൂഡ് ചെയ്തത്. ചീഫ് എഡിറ്റർ എന്താ ചെയ്യുന്നത്? ഫൈനലി ബിഫോർ, അതായത് പബ്ലിഷ് ചെയ്ത് ഇതാക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് കാര്യങ്ങളും അതുമായിട്ട് എന്ത് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചീഫ് എഡിറ്റർ. കോപ്പി എഡിറ്റർ ആണ് ചെയ്യുക കേട്ടോ. ഇതുപോലെ വേർഡിങ്സും സ്പെല്ലിങ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ലബോറിയസ് അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമർ ആണ് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കോപ്പി എഡിറ്റർ ശ്രദ്ധിക്കും. കൺഫേം ചെയ്യുന്നുണ്ടോ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ തീമുമായിട്ട് ബന്ധപ്പെട്ടാണോ, അല്ലെങ്കിൽ ഇത് വേണ്ട നമുക്ക് മറ്റേത് പ്രസന്റ് ചെയ്യാം ഈ ഒരു മാഗസിനിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചീഫ് എഡിറ്റർ കേട്ടോ. അവർ രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി വെക്കാം. ഫിലിം പ്രൊജക്ട് കോമൺലി യൂസ്ഡ് ഇൻ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷനിൽ ഇതും ഞാൻ തമാശ രീതിയിൽ പറയാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഫിലിം പ്രൊജക്ട് കോമൺലി യൂസ്ഡ് ഇൻ എക്സ്റ്റൻഷൻ എന്താണ്? വെരി ഗുഡ്. 16mm അല്ലെ? 16mm. നമ്മളിങ്ങനെ പറയാറില്ലേ പണ്ടത്തെ സിനിമയിലൊക്കെ 16mm ചിരി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ? 16mm എന്ന് പറഞ്ഞിട്ട് അത് ഓർത്തു വെക്കുക. ഇനി അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ഒരു ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 16mm ആണ് കേട്ടോ. ഫിലിം പ്രോജക്ട് കോമൺലി യൂസ്ഡ് ഇൻ, പണ്ട് നമ്മൾ 16mm ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അറിയാലോ, ഇപ്പൊ നമ്മുടെ അഡ്വാൻസ്മെന്റിൽ കുറെ അധികം കാര്യങ്ങളൊക്കെ മാറ്റം വന്നു. പക്ഷെ എന്നാലും ഒരു ചോദ്യം, ദ പോസ്റ്റർ യൂസ്ഡ് ഇൻ ഡെമോൺസ്ട്രേഷൻ ഷുഡ് ഹാവ് എ ലെറ്റർ ഹൈറ്റ് ഓഫ്. നിങ്ങളൊരു പോസ്റ്റർ പ്രസന്റ് ചെയ്തു, ആ പോസ്റ്ററിന് ക്യാപ്ഷൻ കൊടുത്തു, ആ ക്യാപ്ഷന്റെ ലെറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? വെരി ഗുഡ്, 1.5 ഇഞ്ചസ്. ഇനി പോസ്റ്ററിന്റെ ഫോക്കൽ ലെങ്ത് എവിടെയാ വരുന്നത്? ഫോക്കൽ ലെങ്ത്, ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് ആദ്യം പോകുന്നത് എവിടെയാണ്? അതാണ് അതിന്റെ ഫോക്കസ്. 3/8 ഫ്രം ദി ടോപ്പ് അല്ലെങ്കിൽ 5/8 ഫ്രം ദി ബോട്ടം. അവിടെ ആയിട്ടാണ് നമ്മുടെ പോസ്റ്റർ, അതായത് ഏകദേശം ഒരു മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ കണ്ണ് എത്തുന്നത്. അത് ഓർത്തു വെക്കുക കേട്ടോ. ഒരു പോസ്റ്ററിനെ 8 പാർട്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒരു 5/8 ഫ്രം ദി ബോട്ടം അല്ലെങ്കിൽ 3/8 ഫ്രം ടോപ്പ്, ഏതെങ്കിലും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത, സൈസ് ഓഫ് ഫ്ലാഷ് കാർഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് 30 to 50 പേഴ്സൺസ്. 30 മുതൽ 50 പേരടങ്ങുന്ന ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് നിങ്ങൾ ഫ്ലാഷ് കാർഡ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ വലിപ്പം എത്ര വേണം? ഫ്ലാഷ് കാർഡ് എന്താണെന്നറിയാലോ, ഒരു പീസ്, ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ മുകളിൽ നമ്മൾ ഇൻഫർമേഷൻസുകൾ എഴുതും. അതിങ്ങനെ ഓരോതായിട്ട് റിലീസ് ചെയ്യും. ഒരു 10-12 ഫ്ലാഷ് കാർഡാണ് നമ്മളൊരു സ്റ്റോറി അവതരിപ്പിക്കാൻ യൂസ് ചെയ്യാം. അതിന് എത്ര ഇഞ്ച്? കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? 15/20 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ് മീര. 15/20 ഇഞ്ചാണ്. ഇനി 30 പേരെ അല്ലെങ്കിൽ ഒരു 20 പേരൊക്കെ അടങ്ങിയ ക്ലാസ് ആണെങ്കിൽ നമ്മൾ 10/12 ഇഞ്ചിന്റെ സൈസിന് പോകും. ആള് കൂടുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ബോർഡിന്റെ വലിപ്പം കൂട്ടും കേട്ടോ. 15/20 ഇഞ്ച്. അപ്പോ ഇത് ഓർത്ത് വെക്കാനായിട്ട് 30ന്റെ പകുതി 15 അല്ലേ, അങ്ങനെ വല്ലതും ഓർത്ത് വെക്കും കേട്ടോ. 30ന്റെ പകുതി 15 അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. An extension worker practically explains Japanese method of paddy cultivation to a group of farmers and also shows its superiority over the traditional method. In the process, which of the following communication method have been used by him? Very good, very good. ഞാൻ ഈ ചോദ്യത്തിൽ നിങ്ങൾ വീണു പോകുന്ന വിചാരിച്ചത്. മെത്തേഡ് എന്ന് കാണുമ്പോൾ തന്നെ പോയിട്ട് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ പറയുന്ന വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു, മെത്തേഡ് എന്നും സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞ 2 കീവേഡ്സ് ആയിരുന്നു ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഹിഡൻ ആയിട്ട്, അല്ലെ? റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ ആണ്. റിസൾട്ട് നമുക്ക് ഫൈനലി അല്ലേ കാണാൻ പറ്റുള്ളൂ. സുപ്പീരിയോറിറ്റി കാണുന്നത് എപ്പോഴാ? ഫൈനലി ഹാർവെസ്റ്റ് ചെയ്യേണ്ട ടൈം ആവുമ്പോൾ. അതുകൊണ്ടാണ് റിസൾട്ട് ഡെമോൺസ്ട്രേഷനും പിന്നെ മെത്തേഡ് ഡെമോൺസ്ട്രേഷനും കൂടെ ഇതിന്റെ ആൻസർ ആയത്. വെരി ഗുഡ്. അടുത്ത ചോദ്യം, കൺസേൺ വിത്ത് റേസിംഗ് പ്രൊഡക്ടിവിറ്റി ത്രൂ ഗ്രേറ്റർ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ് പേ ഫോർ വർക്കേഴ്സ് ബൈ അപ്ലൈയിങ് ദ സയന്റിഫിക് മെത്തേഡ്. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ചെയ്ത ജോലിക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ അവരുടെ പേയ്മെന്റും കൂട്ടിക്കൊടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു രീതി മാനേജ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി, ഇതാരായിരുന്നു ഡെവലപ്പ് ചെയ്തത്? ടൈലർ, ഗിൽബർട്ട്, ഫ്രാങ്ക് ഗിൽബർട്ട്, ലിലിയൻ ഗിൽബർട്ട്, ഹെൻറി ഗൺ. ആരാണ്?
ഇവിടെ നിങ്ങൾക്ക് ഒരു കീവേഡ് ഉണ്ട്. കീവേഡ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസറിലേക്ക് എത്താം. എന്താണ് കീവേഡ്? സയന്റിഫിക് മെത്തേഡ് എന്നല്ലേ പറഞ്ഞത്? സയന്റിഫിക് മെത്തേഡ് ആരാ തന്നത്? ടൈലറിന്റെ അല്ലേ കോൺട്രിബ്യൂഷൻ? അപ്പൊ അത് ഓർത്താൽ മതി കേട്ടോ. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ടൈലർ. അടുത്ത ചോദ്യം, focused on 5 managerial activities like planning, organizing, commanding, coordinating, controlling. ഈ പറയുന്ന POCCC ഇതിൽ നിന്ന് നമ്മൾ മോഡേൺ മാനേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് വന്നു. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ലീഡിംഗ്, കൺട്രോളിംഗ്. ഈ പറയുന്ന ഈ 5 കാര്യങ്ങൾ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ടൈലർ, അഗെയിൻ ഗിൽബർട്ട്, രണ്ടുപേര് ഗണ്ട്. POSLC ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഹെൻറി ഗണ്ടിന്റെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. POSLC അത് ഓർത്ത് വെക്കുക. മാനേജ്മെന്റിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത. എന്തായാലും ഇവിടുന്ന് നമുക്ക് കിട്ടിയല്ലോ ഉത്തരം. ഹെൻറി ഗണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ഹൂ ഗേവ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? വളരെ സിമ്പിൾ ചോദ്യം പോയി. ആരാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഫെയോളുടെ കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടല്ലോ? ഡാഡ്, UC, USSR, OIC ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. Who stressed the need for a strictly defined hierarchy governed by clearly defined regulation and line of authority? ഒരു സ്ട്രിക്ട്ലി ഡിഫൈൻഡ് ഹൈറാർക്കി, അതായത് ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള റെഗുലേഷൻ, ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഹൈറാർക്കി ഒക്കെ ആരാണ് കൊണ്ടുവന്നത്? ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? ഫെയോൾ ആയിരുന്നു അല്ലെ. ഹൈറാർക്കി, അതോറിറ്റി, പവർ, കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാരുടെ കോൺട്രിബ്യൂഷൻ? അവിടെ തന്നെ ഉണ്ട്. ലൈൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞപ്പോഴും ഹൈറാർക്കി എന്ന് പറഞ്ഞപ്പോഴും ഫെയോളിലേക്ക് നമുക്ക് ഉത്തരം എത്താനുള്ള ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് കേട്ടോ. അടുത്ത, തിയറൈസ്ഡ് പീപ്പിൾ വെർ മോട്ടിവേറ്റഡ് ബൈ നീഡ്സ് ആൻഡ് ഹൈറാർക്കിക്കൽ നീഡ്സ് ലൈക്ക് ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ബിലോങ്ങിങ്നെസ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ പറയുന്ന 5 ബേസിക് നീഡ്സ് ആരായിരുന്നു തന്നത്? എബ്രഹാം മാസ്ലോ, മേരി പാക്കർ ഫോള്ളറ്റ്, എൽട്ടൺ മയോ. രണ്ടും ഒരേ ഓപ്ഷൻ തന്നെ വന്നു അല്ലെ. ആരാണ്? മറന്നുപോയോ? നമ്മുടെ 5 ബേസിക് ആയിട്ടുള്ള നീഡ്സുകള് ആരുടെ കോൺട്രിബ്യൂഷനാ? മാസ്ലോന്റെ കോൺട്രിബ്യൂഷൻ അല്ലെ. മാസ്ലോ ആണ് പറഞ്ഞ ആദ്യം നിങ്ങൾ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സുകൾ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തൊക്കെയാ ഫിസിയോളജിക്കൽ? നമ്മുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സേഫ്റ്റിക്ക് പോകും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആ ലെവലിലാണ് ഉള്ളത്, ജോലി അല്ലെ. അത് കഴിഞ്ഞ പിന്നെ ബിലോങ്ങിങ്നെസ് അല്ലെ, കല്യാണം കഴിക്കണം, കുട്ടികള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ്റ്റീമിലേക്ക് കിടക്കുന്നു, കുറച്ചും കൂടെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതിലേക്ക് വരും. സെൽഫ് ആക്ച്വലൈസേഷൻ, പണമൊക്കെ ആവശ്യത്തിനുണ്ട്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിയലൈസേഷൻ എത്തുന്ന ആ ഒരു സ്റ്റേജ്. ഇങ്ങനെ 5 സ്റ്റെപ്പുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എബ്രഹാം മാസ്ലോ. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. മാനേജർ ഷുഡ് ബി ഫെയർ ആൻഡ് ഫ്രണ്ട്ലി ടു സബോർഡിനേറ്റ്. ഇത് ഹെൻറി ഫെയോളിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. മാനേജർ എല്ലാവരോടും ഒരേപോലെ പെരുമാറണം. ഫെയർ ആൻഡ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ ആണ്? ഫെയർ ആൻഡ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞപ്പോ ഇക്വിറ്റി അല്ലേ. ഇക്വിറ്റി എന്തായിരുന്നു? ഇക്വിറ്റി, ഇക്വാലിറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നു അല്ലെ. എല്ലാവരോടും ഒരേപോലെ തന്നെ പെരുമാറാം, പക്ഷഭേദം ഇല്ലാതെ. അതാണ് ഇക്വിറ്റി പ്രിൻസിപ്പൾ. ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം നിങ്ങൾക്ക് കമാൻഡ് കിട്ടുക, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് ഫെയർ ആൻഡ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്റ്റഡി ടേബിള് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് അല്ലെ. നിങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടില്ല എന്ന് പറയും അല്ലെ. അതേപോലെ നമ്മുടെ ഒരു മാനേജ്മെന്റിൽ എവിടെയാണോ ഓരോ ആൾക്കാരെ പൊസിഷൻ ചെയ്യേണ്ടത് അവിടെ നമ്മൾ കറക്റ്റ് പൊസിഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് കാഴ്ചവെക്കും. ഒരു ഓർഡർ വേണം അല്ലെ. ഒരു വൃത്തിക്ക് നമുക്ക് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിനാണ് ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ പറ്റി ഹെൻറി ഫെയോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡിക്രീസിംഗ് ദ റോൾ ഓഫ് സബോർഡിനേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അധികം മാനിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിനെ നമ്മൾ കുറയ്ക്കുകയാണ്. അതിന് നമ്മൾ എന്ത് പറയും? ഓബിയസ്ലി
സെൻട്രലൈസേഷൻ അല്ലെ. അടുത്ത, കോമ്പൻസേഷൻ ഓഫ് വർക്ക് ഡൺ ഷുഡ് ബി ഫെയർ വിത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. നമ്മൾ ചെയ്യുന്ന ജോലി അത് കൊടുക്കുന്ന എംപ്ലോയേഴ്സിനും വലിയ കേടുപാട് വരാൻ പാടില്ല, എംപ്ലോയിക്കും വലിയ കേടുപാട് വരാൻ പാടില്ല. റെമിനറേഷനിൽ നമ്മൾ അതായിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇതൊക്കെ ഹെൻറി ഫെയറിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഇനി അതല്ലെങ്കിൽ ക്രാഷിനുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൻറി ഫെയറിന്റെ 14 പ്രിൻസിപ്പിൾസുകൾ നിങ്ങൾ എടുത്തു വെക്കുക. ജസ്റ്റ് ഒരു തവണ വായിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അടുത്ത്, ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഡിപ്പെൻഡബിൾ സാറ്റിസ്ഫൈങ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് പ്രോഡക്ട്സ് that are fit for use as well as conforming to quality requirements. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറക്കുന്നത്, നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുന്നത്, അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ശുപാർശ ചെയ്തിരിക്കുന്ന അത്ര തന്നെ ക്വാളിറ്റി ഉണ്ടെന്നും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു രീതി ഏതാണെന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. സുകന്യ എ പറഞ്ഞു. എന്താണ് എ? TQM. എന്റെ എക്സ്പാൻഷൻ പറഞ്ഞ ആരെങ്കിലും? TQM ന്റെ എക്സ്പാൻഷൻ. ഉത്തരം എ തന്നെയാണ്. വെരി ഗുഡ്. ഉത്തരം എ ആണ്. TQM എന്താണ്? വെരി ഗുഡ് സുകന്യ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക അതിന്റെ ക്വാളിറ്റി. എപ്പോഴും നമ്മൾ ആ ഒരു ഫോക്കസിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഫാദർ ഓഫ് PRA ഇൻ ഇന്ത്യ. റോബർട്ട് ചേംബേഴ്സിനെ നമുക്കറിയാം. ഇന്ത്യയിലെ ഫാദർ ആരാ? വെരി ഗുഡ്. നീല മുഖർജി അല്ലെ. നീര മുഖർജി ആണ് ഫാദർ ഓഫ് PRA ഇൻ ഇന്ത്യ കേട്ടോ. സീമനെ ക്യാപ്പ് ആരുമായിട്ടാ കണക്റ്റഡ്? സീമനെ ക്യാപ്പ് നല്ല പരിചയമുള്ള പേരല്ലേ, സീമനെ ക്യാപ്പ്. ഫാദർ ഓഫ് ഡെമോൺസ്ട്രേഷൻ. ഫാദർ ഓഫ് ഡെമോൺസ്ട്രേഷൻ ആണ് സീമനെ ക്യാപ്പ്. വെരി ഗുഡ് മീര. Which of the following needs resources like labor, time, material and money for accomplishment? ഇത് PERT CPM നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും. അപ്പോ ലേബർ, ടൈം, മെറ്റീരിയൽ, മണി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഏതിലാണ് കൗണ്ട് ചെയ്യുക? ഇവന്റ് ആണോ, ഡമ്മി ആക്ടിവിറ്റി ആണോ, ആക്ടിവിറ്റി ആണോ, അല്ലെങ്കിൽ ഏർലി സ്റ്റാർട്ട് ടൈം ആണോ? നമ്മൾ കുറെ സ്ഥലത്ത് വാല്യൂസ് ഒക്കെ എഴുതിയില്ലേ, അതും ഇതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എത്തിയില്ലേ ഫൈനലി? എത്ര ദിവസം എടുക്കും ഒരു കാര്യം, ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന PERT CPM ഒക്കെ യൂസ് ചെയ്തത്. അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. മറന്നുപോയോ? ലേബർ, ടൈം, മെറ്റീരിയൽ, മണി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ടിവിറ്റിയിലാണ് കൂട്ടുക കേട്ടോ. ആക്ടിവിറ്റി ഓർമ്മയിൽ വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ദ പ്രൊസീജിയർ ബൈ വിച്ച് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം വാല്യൂസ് ആർ കമ്പയർഡ്. എങ്ങനെയാണ് ഈ LST കാൽക്കുലേറ്റ് ചെയ്യുക? LST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത് CPM ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബാക്ക്വേർഡ് പാസ് ആണ് കേട്ടോ. രണ്ട് സാധനങ്ങളുണ്ട്, ഒന്ന് EST, ഒന്ന് LST. EST എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക്, സോറി, നമ്മൾ ഫോർവേഡ് പ്രൊസീഡ് ചെയ്യുക. അതായത് നമ്മൾ ഏകദേശം ഇവിടുന്ന് ഇവിടം വരെ എത്തി, അതാണ് ഫോർവേഡ് പാസിലേക്ക് പോവാണ്, ഏർലി സ്റ്റാർട്ട് ടൈം. ഇനി LST കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറബി വായിക്കുന്ന പോലെ തിരിച്ചു വായിക്കുക. ഓക്കെ, ബാക്ക്വേർഡ് പാസ് അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. LST ബാക്ക്വേർഡ് പാസും EST ഫോർവേഡ് പാസും അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ക്രിട്ടിക്കൽ പാത്ത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ലോങ്സ്റ്റ് പാത്ത്, സ്മോളസ്റ്റ് പാത്ത്, നാരോ പാത്ത്, ബ്രോഡ് പാത്ത്? ലോങ്സ്റ്റ് പാത്ത് ആണ് അല്ലെ. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര മാക്സിമം ടൈം, അതായത് നിങ്ങൾക്ക് ചിലപ്പം ഒരു മാസം മതിയായിരിക്കും പഠിക്കാനായിട്ട്, പക്ഷെ മാക്സിമം നിങ്ങൾ എത്ര സമയം എടുക്കും? ചിലപ്പോൾ 3 മാസം കൊണ്ടായിരിക്കും നിങ്ങൾ പഠിച്ചു കഴിയുന്നത്. ആ 3 മാസത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ശരിക്കും 1 മാസം മതിയായിരിക്കും. ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണമൊക്കെ വന്നിട്ടോ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ ബ്രേക്ക് എടുക്കുമായിരിക്കും. അതിനെയാണ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് പാത്ത് ആണ് ക്രിട്ടിക്കൽ പാത്ത്. ഒരു പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒരു പാലത്തിന്റെ പണി തുടങ്ങി വെക്കുകയാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് തീർക്കാം എന്നുള്ളതായിരിക്കും. മാക്സിമം പോയി കഴിഞ്ഞാൽ 1.5 കൊല്ലം കൊണ്ട് പരിപാടി തീർക്കും, അതിനപ്പുറം പോവില്ല. ഇതാണ് ക്രിട്ടിക്കൽ പാത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ കേട്ടോ. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് മെയിൻ ത്രസ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത്?
എന്തിനാ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കൂട്ടുന്നത്? അനാലിസിസ് ഓഫ് ബഡ്ജറ്റ്, ഷോർട്ടനിങ് പ്രോജക്ട് ടൈം, കൺട്രോളിംഗ് പ്രോജക്ട് ടൈം, അനാലിസിസ് ഓൺ ടൈം കോസ്റ്റ് റിലേഷൻഷിപ്പ്. ആലോചിച്ച് ഉത്തരം പറയാട്ടോ. ക്രിട്ടിക്കൽ പാത്ത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെയിൻ ത്രസ്റ്റ് എന്താണ്? വെരി ഗുഡ് സനു, വെരി ഗുഡ് കൃഷ്ണപ്രിയ. അനാലിസിസ് ഓൺ ടൈം കോസ്റ്റ് റിലേഷൻഷിപ്പ്. സി, നിങ്ങളിപ്പം ഒരു കൊല്ലം കൊണ്ട് തീർത്തോ 1.5 കൊല്ലം കൊണ്ട് തീർത്തോ, നമ്മുടെ പൈസയാണ് ഇറക്കുന്നത് നമ്മള്, അല്ലെ? ഒരു വീട് പണി 6 മാസം കൊണ്ട് തീർക്കുന്ന, 1 കൊല്ലം കൊണ്ട് തീർക്കുന്ന, എന്തിനാ നമ്മൾ ഇതിന് സമയം ഇത്ര ടൈം കൊണ്ട് തീരുന്ന കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, ഇറക്കുന്ന പൈസ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ പാത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെ? ടൈമും കോസ്റ്റും വളരെ ക്രൂഷ്യൽ ആണ്. അത് എങ്ങനെയെങ്കിലും മിനിമം, ശരിയാണ്, നിങ്ങൾ പ്രോജക്റ്റ് ടൈം കൺട്രോൾ ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുക്കും, അത് പിന്നെയുള്ള കാര്യം. അത് ക്രിട്ടിക്കൽ പാത്തിന്റെ ത്രസ്റ്റ് ഏരിയ അല്ല. ടൈം കോസ്റ്റ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് പ്രോഗ്രാം പെർട്ട് അനാലിസിസ് ഇസ് മെയിൻലി യൂസ്ഡ്? പെർട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ, ഡിഫൻസ്, റിസർച്ച്, ബോത്ത് PNC. വെരി ഗുഡ്. റിസർച്ചിലും ഡിഫൻസിലും ഒക്കെ നമ്മൾ പെർട്ട് യൂസ് ചെയ്യും. പെർട്ട് എന്ന് പറയുന്നത് US നേവിയുടെ സബ്മറൈൻ റിലീസ് ചെയ്യുമ്പോൾ, പൊളാരിസ് എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സബ്മറൈൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക് ആയിരുന്നു. പിന്നീട് അതിന്റെ മോഡിഫൈഡ് വേർഷൻസ് പറഞ്ഞ പോലെ പല സ്ഥലത്തും അത് അപ്ലൈ ചെയ്യും. ഡിഫൻസിലാണെങ്കിലും റിസർച്ചിലൊക്കെ ആണെങ്കിലും ഒരുപാടധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കൺസ്ട്രക്ഷനിലൊക്കെ CPM പോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യും കേട്ടോ. ഇതിന് ഉത്തരം ഞാനിപ്പോ പറഞ്ഞു. കൺസ്ട്രക്ഷൻ ഒക്കെയാണ് CPM ടെക്നിക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തിനാ? നമ്മുടെ ടൈം കോസ്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ക്രൂഷ്യൽ ആണ്, അല്ലെ? മറ്റേ സ്ഥലത്ത് നമ്മൾ പെർട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. രണ്ടിലും നമുക്ക് കണക്കാക്കാൻ പറ്റും, പക്ഷെ കൂടുതലും ആപ്ലിക്കേഷൻ ഇങ്ങനെയാ വരുന്നത് ഓർത്ത് നോക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഓൺ. എപ്പോഴായിരുന്നു RTI ആക്ട് പ്രാബല്യത്തിൽ വന്നത്? 2005 അല്ലെ? 2005 മുതലാണ് RTI ആക്ട് നിലവിൽ വന്നത്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഓഫ് റെഡ്യൂസിംഗ് വേൾഡ് പോവർട്ടി ബൈ ഹാഫ് ഇസ് എയിംഡ് ബൈ MDG. ഇപ്പൊ നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ച് പറയില്ല. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്തിനാ ഇറക്കിയത്? പോവർട്ടി, നിലവിലുള്ള പോവർട്ടി പകുതിയായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതെ, വെരി ഗുഡ്. 2015 ആവുമ്പോഴേക്ക് എന്ത് ചെയ്യണം? പോവർട്ടീനെ കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടെ ലോഞ്ച് ചെയ്തതാണ്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, പക്ഷെ പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നീട് എന്ത് വന്നത്? ഇപ്പം MDG അല്ല, ഇപ്പൊ എന്താ ഉള്ള നമുക്ക്? MDG അല്ല, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ അല്ല ഇപ്പൊ ഉള്ളത്. പകരം എന്താ ഉള്ളത്? ആ മില്ലേനിയത്തിനെ പിടിച്ച് മാറ്റ്. വെരി ഗുഡ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, അല്ലെ? അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് എപ്പോഴാണ്, അതായത് ഫ്രം വിച്ച് പീരീഡ് ടു വിച്ച് പീരീഡ്, ഏത് വർഷമാണ് അത് അവസാനിക്കുന്നത്? ഇപ്പൊ കറന്റ് റണ്ണിംഗ് ആണ് SDG. 2030 വരെയാണ് കേട്ടോ. എത്ര ഗോൾ ഉണ്ടെന്ന് അറിയോ SDGയിൽ? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര ഗോളാ ഉള്ളത് SDGയിൽ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 17. വെരി ഗുഡ്. അത് എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പോവർട്ടി, ഹങ്കർ, എഡ്യൂക്കേഷൻ, ക്ലൈമറ്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസുകള്, പീസ്, അങ്ങനെ നിരവധി വിഷയങ്ങളെ പറ്റി ഫോക്കസ് ചെയ്യുന്നുണ്ട് SDG. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. 5 SDG 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. SDG 5 അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1ഉം 2ഉം എല്ലാം ഇമ്പോർട്ടന്റ് തന്നെ, 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡർ ആണ് കേട്ടോ. ജെൻഡർ ഇക്വാളിറ്റിനെ പറ്റി സംസാരിക്കുന്ന ഗോളാണ് SDG 5. ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അഗ്രികൾച്ചർ വാസ് മെയ്ഡ് എ സ്റ്റേറ്റ് സബ്ജക്ട് ത്രൂ. പഞ്ചാബിലുള്ള നമുക്ക് കേരളത്തിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് ഒറീസയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അഗ്രികൾച്ചർ ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോവാൻ എന്നുള്ളത് ഏത് റിപ്പോർട്ട് അഥവാ ആക്ട് പ്രകാരമാണ് വന്നത്? Government of India Act 1919, Royal Commission Report 1928, Ford Foundation Report 1959, Gromor Food Enquiry Report 1952. Government of India Act 1919 പ്രകാരല്ലേ?
വന്നത് അല്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ വന്നോ? അപ്പൊ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച്.